ഹായ് നമസ്കാരം. വാസ്തുവിദ്യത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ അധ്യായം ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ബിസിനസ്സുകാരുടെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ ഓബ്ജക്ട്സ് വയ്ക്കുക. കാര്യം വാസ്തുപരമായിട്ടുള്ള നമ്മുടെ കറക്ഷൻസ് കാര്യങ്ങൾ ഞാൻ പറയുന്ന ചില പോയിൻറ്റ്സ് എല്ലാം പരിപാലിച്ച് വയ്ക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതിലൊരുപാട് ഗുണങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. പക്ഷേ അല്ലാത്ത ചില ആളുകൾ, ചെറിയ കടകളൊക്കെ നടത്തുന്ന ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് കൂടുതൽ ഉണ്ടാവാനായിട്ട് അവർക്ക് എന്തൊക്കെ എപ്പോഴും വിളിച്ച് ചോദിക്കാറുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ നമുക്കിപ്പോൾ ഞാൻ പറയില്ല, ഇത്തരം ഓബ്ജക്ട്സുകൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ ഉള്ളിലുള്ള മനഃശക്തിയും ഇത് വർദ്ധിപ്പിക്കും. നമുക്ക് ബിസിനസ് ചെയ്യാനുള്ള ആ ഒരു നമ്മുടെ ഒരു എൻ്റർപ്രണൽ സ്പിരിറ്റ് എന്നൊക്കെ നമ്മൾ പറയില്ല, അല്ലെങ്കിൽ കച്ചവടം നടത്താനുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു ഊർജ്ജമൊക്കെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബിസിനസ്സിൽ കൂടുതൽ മാറ്റങ്ങൾ, നിങ്ങളുടെ മുന്നിൽ ഒരുപാട് അവസരങ്ങളൊക്കെ കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് ബിസിനസ് വർദ്ധിച്ചു വരാനുള്ള സാധ്യതകളാണ് ഇത്തരം വസ്തുക്കൾ തരുന്നത്. അപ്പം അങ്ങനെ വയ്ക്കുന്നതിൽ പ്രധാനമായിട്ട് വയ്ക്കാൻ നമുക്ക് പറ്റുന്ന ഒരു വസ്തു എന്ന് പറയുന്നത് സ്വസ്തികം. ഞാൻ എപ്പോഴും പറയും, സ്വസ്തികം വളരെ പ്രാധാന്യമുള്ളൊരു വാസ്തു സിമ്പലാണ്. അപ്പോൾ അത് സ്വസ്തികം നിങ്ങൾ വയ്ക്കുക. സ്വസ്തികം ഇപ്പോൾ എന്ത് മെറ്റീരിയൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് സ്വർണ്ണത്തിൽ ചെയ്ത് വയ്ക്കുന്നതാണ്. പക്ഷേ അതൊന്നും എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ തന്നെ ചെറിയ സ്വസ്തികം ഒരു സ്വർണ്ണത്തിൽ ചെയ്ത് വെച്ചാലും അല്ലെങ്കിൽ സ്വർണ്ണത്തിൻ്റെ അംശത്തോടുകൂടി ചെയ്ത് വെച്ചാലും ഒക്കെ വളരെ, പിന്നെ അല്ലെങ്കിൽ റെഡ് കളറിൽ സ്വസ്തികം ചെയ്യണം. അപ്പോൾ കഴിയുന്നതും സ്വസ്തികം എപ്പോഴും ഈ പറഞ്ഞ സ്വർണ്ണ പോലുള്ള നല്ല മെറ്റലുകളിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് ചെയ്തിട്ട് നമ്മൾ സ്വസ്തികം വയ്ക്കേണ്ടത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സാധാരണ പ്രവേശന കവാടത്തിലാണ് സ്വസ്തികം എപ്പോഴും നല്ലത്. പക്ഷേ ബിസിനസ് സ്ഥാപനം സംബന്ധിച്ചോളം ഈ നമ്മുടെ ഓണർ ഇരിക്കുന്ന മേശയുണ്ടല്ലോ, ആ മേശയിലൊരു ഗ്ലാസിൻ്റെ അടിയിലായിട്ട് ഈ സ്വസ്തികം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ബിസിനസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. അതുപോലെ തന്നെ രണ്ടാമതൊരു ഓബ്ജക്റ്റ് എന്നെ സംബന്ധിച്ച് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത് കുബേരയന്ത്രമൊക്കെ അത് കൃത്യമായിട്ട് വിധിപ്രകാരം കുബേരയന്ത്രം ചെയ്ത് കൊടുക്കുന്ന ആളുകളെ അപ്രോച്ച് ചെയ്യുക. കുബേരയന്ത്രം നിങ്ങൾ കുബേരയന്ത്രത്തിൽ എപ്പോഴും ലൈറ്റ് വരുന്ന രീതിയിൽ വേണം വയ്ക്കാൻ. അത് നിങ്ങളുടെ ബിസിനസ്സിനെ വളരെ വളരെ വർധന ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കും. ഇനിയുള്ളത് നെഗറ്റീവ് എനർജികളെ വൈപ്പ് ഔട്ട് ചെയ്യുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ചെയ്യണം. അതായത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടിലല്ല ബിസിനസ് സ്ഥാപനത്തിൽ കർപ്പൂരം കൊണ്ട് ആരാധന, ഇടയ്ക്കിടയ്ക്ക് കർപ്പൂരം കത്തിക്കുന്നത് വളരെ നെഗറ്റീവ് എനർജി വൈപ്പ് ഔട്ട് ചെയ്യുന്നതിന് വളരെ നല്ലതാണ്. പിന്നെ വേറൊരു കാര്യം നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറയും സാൾട്ട് തെറാപ്പി വെച്ചിട്ട് ഉപ്പ് നെഗറ്റിവിറ്റി എടുത്ത് കളയുക. കാരണം ഒരു ബിസിനസ് സ്ഥാപനം എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ വരുന്നതാണ്. അപ്പോൾ ഒരു തരത്തിൽ ഒരുപാട് നെഗറ്റിവിറ്റീസ് അവിടെ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യാം. പിന്നെ വേറൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ശംഖുനാദം മുഴക്കുന്നത്. ശംഖ് ഊതിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ആകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതും ബിസിനസ് സ്ഥാപനത്തിൽ ഇടയ്ക്ക് രാവിലെ തുറക്കുന്നതിന് മുമ്പ് നമുക്കത് ചെയ്താൽ വളരെ ഗുണകരം. വല്ലപ്പോഴും എന്നും വന്ന് ശംഖ് ഊതണം എന്നുള്ളതല്ല, വല്ലപ്പോഴും അത് ചെയ്യുക. പിന്നീട് നമ്മൾ പറയില്ലേ അക്വേറിയം, വെള്ളത്തിൽ മീനുകൾ, ഗോൾഡ് ഫിഷ് പോലുള്ള, അത് ശരിക്കും പറഞ്ഞാൽ വാസ്തുവിൽ പറയുന്നതല്ല, ഫെങ്ഷു റെക്കമെൻഡേഷനാണത്. അത് ഗോൾഡ് ഫിഷൊക്കെ നമ്മൾ വയ്ക്കുന്നത് ബിസിനസ്സിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക, എനർജൈസ് ചെയ്യുക. ഇനിയും ഒരുപാട് ടിപ്പുകളുണ്ട്, വരുന്ന വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നത്. മറ്റൊരു നല്ല വീഡിയോ ഞങ്ങൾ എത്തുന്നവരെ നന്ദി, നമസ്കാരം.